കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹനിധിയായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 21-ാം അധ്യായം 1-ാമത്തെ വാക്യം. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്കിഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവനതിനെ തിരിക്കുന്നു. നമുക്കറിയാം, സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം ഒരു രാജാവ് എഴുതിയ പുസ്തകമാണ്. വളരെ ശ്രേഷ്ഠനായ ഒരു രാജാവ് എഴുതിയ പുസ്തകമാണ്. നമുക്കറിയാം, സോളമൻ രാജാവ്, പ്രസിദ്ധനായ സോളമൻ രാജാവ് ഒരുപാട് ജ്ഞാനിയായിരുന്നു. ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു, വലിയ ബുദ്ധിമാനായിരുന്നു. അങ്ങനെ ജ്ഞാനിയായിരുന്ന സോളമൻ രാജാവ്, ശലോമോൻ രാജാവ് എഴുതിയതാണ് സദൃശ്യവാക്യങ്ങളും സഭാപ്രസംഗിയും ഉത്തമഗീതവും എല്ലാം. അതിൽ ഈ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ആ രാജാവ് തന്നെ പറയുകയാണ്, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും അതിനെ തിരിക്കുന്നു. ഒരു രാജാവ് അധികാരങ്ങൾ, ഒരു രാജാവ് കൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ഡൺ അല്ലേ, അത് നടന്നിരിക്കും. അത്രമാത്രം പദവിയാണ്. അന്നും ഇന്നുമല്ല. ഇന്നും രാജഭരണമുള്ള രാജ്യങ്ങളുണ്ട്. അവിടെയെല്ലാം നിയമങ്ങൾ നമുക്കറിയാം പെട്ടെന്ന് മാറും. എന്തുകൊണ്ടാണ്? വേറെ ആരുടെയും സാങ്ഷന് വേണ്ടി കാത്തിരിക്കേണ്ടതില്ല. രാജാവ് കൽപ്പിച്ചാൽ കൽപ്പിച്ചതാണ്, പിന്നെ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഈ അധികാരിയായ, എല്ലാവിധ അധികാരങ്ങളുള്ളതായ ഒരു ശ്രേഷ്ഠനായ രാജാവ് എഴുതി വച്ചിരിക്കുന്നു, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു എന്ന്. ഒരു നീർത്തോടൊഴുകുന്നത് പോലെ. ആ നീർത്തോട് നാം ഒന്ന് വഴിവെട്ടി മാറ്റിവിട്ടാൽ ആ വഴിക്ക് ഒഴുകും ഇല്ലേ, നീർത്തോട്. അതുപോലെയാണ് രാജാവിൻ്റെ ഹൃദയമെന്ന്. എവിടെ? ദൈവത്തിൻ്റെ കയ്യിൽ, യഹോവയുടെ കയ്യിൽ. രാജാക്കന്മാരെ പോലും നിയന്ത്രിക്കുന്ന ജീവനുള്ള ദൈവം. അവൻ ആരാണ്? അവൻ രാജാക്കന്മാരുടെ രാജാവാണ്, ചക്രവർത്തിമാരുടെ ചക്രവർത്തിയാണ്. ഹല്ലേലൂയ! ആരാണത്? നമ്മുടെ സ്വന്തം കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു രാജാക്കന്മാരുടെ രാജാവാണ്, ചക്രവർത്തിമാരുടെ ചക്രവർത്തിയാണ്. പക്ഷേ എനിക്ക് യേശു ആരാണ്? എനിക്ക് യേശു എൻ്റെ സ്വന്തമാണ്. നിങ്ങൾക്ക് യേശു ആരാണ്? നിങ്ങൾ പറയണം, യേശു എൻ്റെ അരുമകാന്തനാണ്, യേശു എൻ്റെ അരുമ മണവാളനാണ്, യേശു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്, യേശു എൻ്റെ സ്വത്താണ്, യേശു എൻ്റെ സമ്പത്താണ്, യേശു എൻ്റെ സന്തോഷമാണ്, യേശു എൻ്റെ സമാധാനമാണ്, യേശു എൻ്റെ പ്രത്യാശയാണ്, യേശു എൻ്റെ ബലമാണ്, യേശു എൻ്റെ കോട്ടയാണ്, യേശു എൻ്റെ ശരണശൈലമാണ്. അങ്ങനെ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ വാദോരാതെ നമുക്ക് പറയാൻ പറ്റും. കാരണം യേശു എല്ലാമാണ്. ഇവിടെ സദൃശ്യവാക്യങ്ങളിൽ പറയുന്നു, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ ഇരിക്കുന്നു, അവന് ഇഷ്ടമുള്ളിടത്തേക്കൊക്കെയും അവനതിനെ തിരിക്കുന്നുവെന്ന്. ഒരു രാജാവ് തീരുമാനമെടുക്കുവാൻ മറ്റാരോടും ആലോചിക്കണമെന്നില്ല. പക്ഷേ ആ തീരുമാനം പോലും തിരിച്ചുവിടാൻ ദൈവത്തിന് കഴിയുമെന്ന്. ഞാൻ എന്തുകൊണ്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ ഏതെങ്കിലും കോടതിയിൽ നിന്ന് കിട്ടിയതായ ഏതെങ്കിലും നിയമത്തിൻ്റെ ആ ഒരു പ്രതിസന്ധിയിൽപ്പെട്ട് നിങ്ങൾ വലയുന്നൊരു വ്യക്തിയാണെങ്കിലും, അല്ല ഒരു രാജ്യത്തിൻ്റെ നിയമം. ഇപ്പം നമുക്കറിയാം, അനേക വിദേശ രാജ്യങ്ങളിൽ, UK, ഓസ്ട്രേലിയ, USA, അങ്ങനെ അനേകം യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ രാജ്യങ്ങൾ, അവിടെ നിന്നെല്ലാം പഠിക്കാൻ പോയ സ്റ്റുഡൻസിൽ പഠിത്തം നിർത്തി പോരേണ്ടി വരുന്നു. അവർക്ക് PR കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, PR കിട്ടുന്നില്ല. അങ്ങനെ പല പ്രതിസന്ധികളായിരിക്കുന്ന വലിയൊരു കൂട്ടം നാട്ടിൽ ഉള്ള സ്വത്തെല്ലാം പണയപ്പെടുത്തി, ഉള്ള വസ്തു വിറ്റ് വീട് പണയപ്പെടുത്തി, അങ്ങനെ നല്ലൊരു ഭാവി കിട്ടുമെന്ന് കരുതി വിദേശത്ത് പോയി അനേകായിരങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് ജനങ്ങൾ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ. പക്ഷേ ഇന്ന് അവർ പലരും, എല്ലാവരുമല്ല, പലരും വലിയ പ്രതിസന്ധിയിലാണ്, വലിയ ഞെരുക്കത്തിലാണ്, വലിയ കഷ്ടപ്പാടിലാണ്, വലിയ ഭീതിയിലാണ്. നാളെ എന്ത് സംഭവിക്കും? നാട്ടിൽ സ്വന്തം അപ്പൻ്റെയും അമ്മയുടെയും വാത്സല്യം അനുഭവിച്ച്
സ്വന്തം വീട്ടിൽ ഒരു ജോലി പോലും ചെയ്യാൻ അതിന് ചെയ്യേണ്ടി വരാതെ സുഖത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞ യൗവനക്കാർ പലരും, എല്ലാവരും അല്ല കേട്ടോ, പലരും പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കുന്നു, ചിലർ കാർ വാഷ് ചെയ്യാൻ പോകുന്നു, ചിലർ ഹോട്ടലിൽ സപ്ലൈയേഴ്സായിട്ട് പോകുന്നു, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു, പാർട്ട് ടൈമായി പോകുന്നു. ഇതൊന്നും മോശമുള്ള ജോലിയാണെന്നല്ലേ പറയുന്നത്, എല്ലാ ജോലിയും ശ്രേഷ്ഠമാണ്. പക്ഷേ എല്ലാം സുഖ ലോലുപത്വത്തിൻ്റെ അവസരങ്ങളല്ല. പലരും കഷ്ടപ്പെടുന്നു, ഒരു ജോലി ചെയ്തിട്ട് അടുത്ത ജോലിയിലേക്ക് അവർ ഓടുന്നു. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുതലായതുകൊണ്ട് അവിടെ ലിവിങ് കോസ്റ്റ് കൂടുതൽ. ഇങ്ങനെ നട്ടം തിരിയുന്ന വലിയൊരു കൂട്ടമുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ചില നിയമങ്ങൾ, ചില ഓർഡിനൻസ് അല്ലെങ്കിൽ ചില വ്യവസ്ഥകൾ മാറ്റുന്നു. അതെല്ലാം അനേകരെ ബാധിച്ചിരിക്കുന്നു, അനേകർ ഭീതിയിലാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ദൈവത്തിൻ്റെ വചനം പറയുന്നു, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കേയിരിക്കുന്നു, തനിക്കിഷ്ടമുള്ളയിടത്തേക്കൊക്കെയും ദൈവം അതിനെ തിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? രാജ്യത്തിലെ നിയമങ്ങളിലേക്ക് നോക്കി നിങ്ങൾ പരിഭ്രമിക്കുകയല്ല വേണ്ടത്. പുതിയ പുതിയ നിയമങ്ങൾ, പുതിയ പുതിയ ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു എന്നോർത്ത് അതിലേക്ക് നോക്കി നിങ്ങൾ ഭയപ്പെടുകയല്ല. അവരെപ്പോലും നിയന്ത്രിക്കാൻ കഴിവുള്ള നിത്യനായ ദൈവത്തെങ്കിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കുക. അന്ന് ദാനിയേലിൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്തുക്കളുമായിരുന്ന ശദ്രക്കും മേശക്കും അബേദ്നെഗോവും നെബൂഖദ്നേസർ രാജാവ് സമതലത്തിൽ ഉയർത്തിയതായ ബിംബത്തെ നമസ്കരിക്കേണ്ടതായ കാര്യം വന്നപ്പോൾ അവരെ ചഞ്ചലിച്ചില്ല, അവർ ഭയപ്പെട്ടില്ല, അവർ പേടിച്ചില്ല. ശദ്രക്കും മേശക്കും അബേദ്നെഗോവും പറയുകയാണ്, നെബൂഖദ്നേസറേ, ഈ കാര്യത്തിൽ ഉത്തരം പറയേണ്ട ആവശ്യമൊന്നുമില്ല. താങ്കൾ ഉയർത്തിയതായി ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. ഇനി ജീവനുള്ള ദൈവം, ഞങ്ങൾ സേവിക്കുന്ന ദൈവം ഞങ്ങളെ രക്ഷിച്ചാലും ഇനി രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ഈ ബിംബത്തെ ആരാധിക്കുകയില്ല, പ്രമാണം വിട്ട് ജീവിക്കുകയില്ല, വ്യവസ്ഥ വിട്ട് ജീവിക്കുകയില്ല. ആ ദൈവമക്കൾ കരുത്തോടെ നിന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? രാജാവിന് കോപം കയറി. രാജാവ് പറഞ്ഞു, തീച്ചൂളയുടെ ചൂട് 10 ഇരട്ടിയായി വർദ്ധിപ്പിക്കുക, എടുത്തിട്ടോളാൻ പറഞ്ഞു. കയ്യും കാലും കെട്ടി ഏറ്റവും ബലവാന്മാരായ ഭടന്മാർ അവരെ എടുത്ത് എറിഞ്ഞപ്പോൾ ആ തീയുടെ കാഠിന്യം കൊണ്ട് ആ ഭടന്മാർ പോലും വെന്തുപോയി. പക്ഷേ രാജാവ് നോക്കിയപ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നെഗോവുമാണ് അവർ തീയിലേക്ക് എറിഞ്ഞതെങ്കിലും അതാ നാലാമത് വേറൊരുവൻ, ആ നാലാമത് വന്നവൻ, അവൻ ഒന്നാമനായിരുന്നു. അവൻ ഒന്നാമതായി തീയിൽ ചെന്ന്, ജീവനുള്ള ദൈവം ഒന്നാമതായി തൻ്റെ മക്കൾ തീയിലേക്ക് എറിയപ്പെടുമെന്ന് അറിഞ്ഞ ജീവനുള്ള ദൈവം ഒന്നാമതായി തീയിലേക്ക് ചെന്നിട്ട് തൻ്റെ മക്കൾ വന്നപ്പോൾ ആ മക്കളെ പ്രൊട്ടക്റ്റ് ചെയ്തു. അതാണ് നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. നിങ്ങൾ ചഞ്ചലപ്പെടരുത്, ഭാരപ്പെടരുത്. നിയമങ്ങൾ മാറി മാറി വരും. ദൈവമക്കൾക്കെതിരായി നിയമങ്ങൾ വരും. ദൈവമക്കളെ പീഡിപ്പിക്കുവാൻ, ദൈവമക്കളെ പൂട്ടുവാൻ, ദൈവമക്കളെ ബന്ധിക്കുവാൻ, ദൈവമക്കളെ ജയിലിലടയ്ക്കുവാൻ തക്കവണ്ണം നിയമങ്ങൾ മാറും. പക്ഷേ ആ നിയമങ്ങൾ ഉണ്ടാക്കിയവരെ പോലും മാറ്റുവാൻ ദൈവത്തിന് കഴിയും. സാഹചര്യങ്ങളിലേക്ക് നോക്കി തളർന്നിരിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ, മകനെ നിന്നോട് പറയട്ടെ, നിന്റെ സാഹചര്യം മാറ്റിത്തരാൻ യേശുവിന് കഴിയും. മകളെ, നിന്റെ ഇന്നത്തെ സാഹചര്യം മാറ്റാൻ യേശുവിന് കഴിയും. നീ നിരാശപ്പെട്ടിരിക്കേണ്ട, ഭാരപ്പെട്ടിരിക്കേണ്ട, തളർന്നിരിക്കേണ്ട. താടിക്ക് കയ്യും കൊടുത്ത് എന്തു വേണ്ടു എന്നോർത്ത് താഴോട്ട് ഭൂമിയിലേക്ക് മാത്രം നോക്കിയിരുന്ന് നിങ്ങളുടെ ജീവിതം കളയേണ്ട പ്രിയരെ, ഉണരൂ, ചാടി എഴുന്നേൽക്കൂ, കർത്താവിൽ ആശ്രയിക്കൂ, യേശുവിൽ ശരണപ്പെടൂ, യേശുവിനോട് പ്രാർത്ഥിക്കൂ. എൻ്റെ ദൈവം സർവശക്തനാണെന്ന് എണ്ണൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. അസാധ്യമായി എനിക്കൊന്നുമില്ല. എന്തുകൊണ്ട്? സർവശക്തനാം എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് 27-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞത്, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ ഭയപ്പെടും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ഈ പോട്ടെ, ഒരു സൈന്യം, ഒരു ദൈവത്തിനെ കേന്ദ്രീകരിച്ച് സൈന്യം പോലെ ദുഷ്ടപിശാചുക്കളും ദുഷ്ടമനുഷ്യരും എതിർക്കുമ്പോൾ ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. നോർത്ത് ഇന്ത്യയിലും മറ്റും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നാളുകളായി ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടും
അവർ ധൈര്യത്തോടെ നിൽക്കുന്നത്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു മനമായി പ്രാർത്ഥിക്കണം, ഒരു ഹൃദയമായി പ്രാർത്ഥിക്കണം. അവർ നമ്മുടെ രക്തത്തിൻ്റെ രക്തമാണ്, നമ്മുടെ മാംസത്തിൻ്റെ മാംസമാണ്. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് അവരുടെ ശരീരത്തിലൂടെ ഒഴുകുന്നത്. അവരെയും വീണ്ടെടുക്കാൻ യേശു തൻ്റെ രക്തം ചിന്തി. ഈ സത്യം നാം കണ്ടെത്തണം. അവരെൻ്റെ പ്രിയ സ്നേഹിതരാണ്, അവരെൻ്റെ പ്രിയ സഹോദരങ്ങളാണ്. ശരീരത്തിൽ ഒരവയവത്തിന് ഒരല്പം കേടുവന്നാൽ ശരീരം മുഴുവൻ വേദനിക്കുന്നത് പോലെ, നമ്മുടെ കൈ ഈ ചെറുവിരലിൻ്റെ അറ്റത്ത് ഒരു സൂചി കൊണ്ട് കുത്തുമ്പോൾ അവിടെ മാത്രമല്ല വേദന, ശരീരം മുഴുവൻ വേദനിക്കുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ട ദൈവമക്കൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നവർക്ക് വരുന്ന ഓരോ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഓർക്കുമ്പോൾ നമ്മുടെ ശരീരവും വേദനിക്കണം. ടു പെയിൻ വിത്ത് ദ പെയിൻ ഓഫ് ദ പെയിൻ. കരയുന്നവരോടുകൂടെ കരയണം. ജയിലിൽ അടയ്ക്കപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അവരുടെ പ്രിയപ്പെട്ടവർ, അവരുടെ ഭാര്യമാർ, അവരുടെ കുഞ്ഞുങ്ങൾ അവരനാഥമായി പോകാൻ ഇടവരരുത്. നാം പ്രാർത്ഥിക്കണം, നാം സഹകരിക്കണം, നാം സഹായിക്കണം. ഏറ്റവും വലിയ സഹായം പ്രാർത്ഥനയാണ്. എന്നാൽ മറ്റെല്ലാ സഹായങ്ങളും ആവശ്യമാണ്. എൻ്റെ പ്രിയരെ, അങ്ങനെയായാൽ രാജാക്കന്മാരുടെ ഹൃദയത്തെ പോലും നീർത്തോട് കണക്കെ തിരിക്കാൻ ദൈവത്തിന് കഴിയും. നാം മുട്ടിപ്പായി പ്രാർത്ഥിച്ചാൽ, ദൈവമക്കൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ, ഒരു മനമായി, ഒരു ഹൃദയമായി ഐക്യത്തോടെ പ്രാർത്ഥിച്ചാൽ എല്ലാം തിരിയും. ഞാൻ ഓരോ ദേശങ്ങളിലുള്ള ദൈവമക്കളോട് പറയട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ ദേശത്ത് 8, 10, 15 ചർച്ചകൾ കാണും. ആ ചർച്ചിലുള്ള എല്ലാ ദൈവമക്കളും, അല്ല അതിൻ്റെ മെയിൻ പാസ്റ്റേഴ്സ്, ദൈവമക്കൾ ഒരുമിച്ച് കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കൂ. എൻ്റെ ഹൃദയത്തിന് വലിയൊരു ആഗ്രഹമാണത്. ഞങ്ങൾ മൂവാറ്റുപുഴയിൽ പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് മൂവാറ്റുപുഴയിലെ എല്ലാ സഭയിലെയും ദൈവമക്കൾ ഒരുമിച്ച് കൈകോർത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒരുമിച്ച് സ്നേഹിക്കുക, ഒരുമിച്ച് കർത്താവിൻ്റെ വേല, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വേല ചെയ്യുക. പക്ഷേ ലക്ഷ്യമൊന്ന്, ക്രിസ്തു പ്രസാദിക്കണം, അനേകർ ദൈവരാജ്യത്തിലെത്തണം, യേശുക്രിസ്തുവിൻ്റെ നാമൗത്വത്തിനായി തീരണം, അനേകർ വിടുവിക്കപ്പെടണം, വലിയൊരു ഉണർവ് വരണം. ഈ തലമുറയിൽ ഉണർവിൻ്റെ വക്താക്കളായി യേശുക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരേക്ക് പകരപ്പെടുവാൻ. മറ്റൊന്നുമല്ല പ്രിയരെ. എന്തിന്? മറ്റെല്ലാം എത്ര നിസ്സാരം. മതമോ ജാതിയോ വംശമോ ഒന്നും മാറുന്നതല്ല. എല്ലാവരെയും സ്നേഹിക്കുന്ന ക്രിസ്തു, എല്ലാവർക്കും വേണ്ടി ഈ ഭൂമിയിൽ ഉരുവായ ക്രിസ്തു, എല്ലാവർക്കും വേണ്ടി കാൽവറി യാഗമായ ക്രിസ്തുവിനെ അനുഭവിക്കുകയും യേശുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്യുക. അതല്ലേ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. രാജാവിൻ്റെ ഹൃദയത്തെ പോലും തിരിക്കുവാൻ ദൈവത്തിന് കഴിയും. മകനെ, നിനക്ക് വേണ്ടി ഒരു രാജ്യത്തിൻ്റെ നിയമം മാറ്റി എഴുതാൻ ദൈവത്തിന് കഴിയും. മോനെ, നിൻ്റെ സാഹചര്യം മാറ്റാൻ യേശുവിന് കഴിയും. നിൻ്റെ ഇന്നത്തെ വിപരീത സാഹചര്യത്തിലും നിനക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ യേശുവിന് കഴിയും. മറ്റുള്ളവരെ കൊണ്ട് പ്രവർത്തിപ്പിക്കാൻ യേശുവിന് കഴിയും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൂതായി നിങ്ങൾ ഏറ്റെടുത്ത് ഈ വാക്ക് വെച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ ഇപ്പോൾ കേട്ടു, എല്ലാം പ്രതികൂലമാണെങ്കിലും എല്ലാം എനിക്ക് അനുകൂലമാക്കി തരാൻ എൻ്റെ യേശുവിന് കഴിയും. യേശുവിന് അസാധ്യമായതൊന്നുമില്ല. യേശു ജീവിക്കുന്നു, യേശു പ്രവർത്തിക്കുന്നു, യേശു ഇന്നും തൻ്റെ കരം നീട്ടിയിരിക്കുന്നു. യേശു സർവശക്തനാണ്. യേശു ക്രിസ്തുവിന് കഴിയാത്ത ഒരു കാര്യമില്ല. അതുകൊണ്ട് ധൈര്യമായി യൂദായുടെ സിംഹത്തിൻ്റെ, ആ ക്രിസ്തുവാകുന്ന യൂദായുടെ സിംഹത്തിൻ്റെ പിന്നാലെ നമുക്ക് അണിനിരക്കാം. സ്നേഹത്തിൻ്റെ ദൂതുമായി നമുക്ക് പുറപ്പെടാം. അങ്ങനെ ഈ സ്നേഹത്തിലേക്ക് അനേകരെ നമുക്ക് ആകർഷിക്കാം. സ്നേഹം ക്രിസ്തുവിൻ്റെ സ്നേഹം, കാൽവറിയിലെ സ്നേഹം. ആ സ്നേഹം നമ്മെ തലോടട്ടെ, തഴുകട്ടെ, അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തീർച്ചയായും നിങ്ങളും പ്രാർത്ഥിക്കൂ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.